ഹലോ, നമ്മളിന്നൊരു ബീച്ച് തീമാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു 3.5 hours ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ നമ്മളൊരു 6 minutes ഇത് അങ്ങ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ടുള്ള ക്ലിപ്സ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് കുറച്ചധികം പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലായിരിക്കും ഞാൻ കാണിക്കുന്നുണ്ടായിരിക്കുക. ഇതിൻ്റെ മുന്നൊരു ബീച്ച് തീം ഞാൻ ക്രിയേറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കും കൂടി ഒരു ബീച്ച് തീം ക്രിയേറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ സ്പീഡ് കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ കാർഡ് മാത്രം ബുക്കിൽ സ്പ്രെഡ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റിയതാണ് കേട്ടോ. പിന്നെ ഈ ഫിഷിനെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്വന്തം നിമോ ആണ്. ആളുടെ റിയൽ നെയിം എന്ന് പറയുന്നത് ഒസെല്ലാരിസ് ക്ലൗൺ ഫിഷ് എന്നാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വെറുതെ കിടക്കട്ടെ. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ ജേർണലെന്ന് വിളിക്കുന്നത് എന്നുള്ളത്. പൊതുവേ നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ജേർണൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള പിക്ചേഴ്സിലൂടെയാണെന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് വലിയ പോർട്രേറ്റ്സിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് വരച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, അതെവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. കുറേ ഫയൽസിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ഫയൽസിൽ വരയ്ക്കുന്നതിനേക്കാളും ജേർണൽ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ എടുത്ത് നോക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ പൊതുവേ ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം കൂടിയാണല്ലോ. ലൈക്ക് ദിസ് എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരിടം എന്നുള്ള രീതിയിലാണ് എൻ്റെ ഈ ജേർണലിങ്. ഇതെനിക്ക് ബീച്ചിൽ പോയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഷില്ലായിരുന്നു. ഇതെനിക്ക് നല്ല നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ജേർണൽ പേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഞാൻ ഫ്രീ ഹാൻഡ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളൊരു മെത്തേഡ് അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. അത് വിചാരിച്ചിട്ട് ഞാൻ ഗ്രിഡ് യൂസ് ചെയ്യാറേ ഇല്ല എന്നുള്ളതല്ല കേട്ടോ. നമ്മൾ ഫ്രീ ഹാൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മളെ കഴിവുകളെ കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഗ്രിഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പിക്ചർ കിട്ടുമായിരിക്കാം. പക്ഷേ ഫ്രീ ഹാൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുണ്ട്. അത് കുറച്ചെങ്കിലും അങ്ങ് റെഡി ആവുന്ന ടൈമിൽ. അപ്പോൾ ഞാൻ പലപ്പോഴും ഫ്രീ ഹാൻഡ് ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇത് വൈറ്റ് ഒരു ഷെല്ലാണല്ലോ. ഐ തിങ്ക് ഇതിന് ഷെല്ലെന്ന് തന്നെയാണ് പറയുമെന്ന് എനിക്കറിയില്ല. ഇഫ് ഇറ്റ്സ് റോങ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ വൈറ്റ് കളറ് ആയിട്ടുള്ള ഏതൊരു ഒബ്ജക്റ്റ് വരയ്ക്കുന്ന ടൈമിലും നമ്മൾ കംപ്ലീറ്റ് ആദ്യമൊക്കെ നമ്മൾ പഠിച്ച ടൈമിലൊക്കെ കംപ്ലീറ്റ് വൈറ്റായി കൊടുക്കാറുള്ളത്. പിന്നെയാണ് മനസ്സിലായത് ഒരു പിക്ചറിൽ വൈറ്റ് എന്നുള്ള അല്ലെങ്കിൽ ഒരു വൈറ്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ കൂടെ അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബ്ലൂ, ഓറഞ്ച്, റെഡ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു കളറ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ വരയ്ക്കുന്ന ടൈമിൽ ഷെയ്ഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഹൈലൈറ്റ്സ് അതേപോലെ തന്നെ ഷാഡോസ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ എൻ്റെ റിയലിസ്റ്റിക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. പിന്നെ ഈ ഒരു ബബിൾ ക്രിയേഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബബിൾ ഉള്ള നമ്മുടെ വേവ്സിനെ കുറിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പിക്ചറിൽ. അപ്പോൾ അതും ഞാൻ വരച്ച് കഴിഞ്ഞു. നമ്മുടെ സീ ഹോഴ്സ് ഉണ്ട് ഇതിനിടയിൽ, ആളെ ഞാൻ വരച്ചിട്ടുണ്ട്. വെറുതെ കിടക്കട്ടെ അല്ലേ. അങ്ങനെ ഒരുവിധം പിക്ചേഴ്സൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഷെല്ല് വരയ്ക്കാൻ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. നമുക്കതിൻ്റെ ചെറിയ ചെറിയ കളേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ ഷാഡോസും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ടൈമിൽ അയ്യോ എൻ്റെ റെഡി ആവില്ല അങ്ങനത്തെ ചില ഫീലിങ്സൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറേ പിക്ചേഴ്സ് വരയ്ക്കുന്ന ടൈമിൽ നമ്മൾ അങ്ങ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. പിന്നെ ഈ ഒരു നമ്മുടെ ഫിഷിൻ്റെ കളറിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബ്ലൂ ആൻഡ് ഗ്രീൻ കൂടി മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ കുറച്ച് സ്ഥലം കൂടി അവിടെ ബാക്കിയുണ്ട്. അപ്പം ഞാനൊരു ടേർട്ടിലും കൂടി ഇൻക്ലൂഡ് ചെയ്തു.
30 തോന്നുന്നില്ല, എന്നാലും ഞാനൊരു രൂപരേഖ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബബിൾ ഉള്ള വേവ്സിനെ വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ഒരു നീമോൻ്റെ അടിയിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ടർ കളർ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മലയാള ചാനൽസൊക്കെ തപ്പി നടന്നിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതിങ്ങനെ ക്ലിക്കായില്ല. മിക്കതും ഞാൻ ഒരു ഇംഗ്ലീഷ് ചാനൽസൊക്കെയാണ് പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിനി കുറച്ചും കൂടി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ഒരു നല്ല മെത്തേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പലപ്പോഴും ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള കളേഴ്സ് ഏതൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷേ ഇത് നമുക്ക് അത്രത്തോളം സ്ഥലമില്ല കേട്ടോ. അങ്ങനെ ഫൈനൽ ടച്ചൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഒരു ബീച്ച് തീം. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു തീമുമായിട്ട് വരാം. ഓക്കെ, ബൈ.